ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനബേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഈ സമയം എനർജി നോക്കുമ്പോൾ ഫയർ സൈനും എയർ സൈനും വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ ഇമോഷൻസ് ഇവർ മറച്ചു വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഇവർ ഒരു കുഴപ്പവും ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഇവർ. പക്ഷേ പുറമേ നിങ്ങളുടെ മുന്നിൽ എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ബാലൻസിലാണുള്ളത് എന്ന് കാണിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹൃദയത്തിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്, മൊഹബത്തുണ്ട്, നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇമോഷൻസും നിങ്ങൾക്ക് വേണ്ടി വളരെ പാഷനേറ്റീവുമാണ് ഇവർ. പക്ഷേ ഇതെല്ലാം ഇവർ നിങ്ങൾക്ക് മുന്നിൽ ഹൈഡാക്കി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് തന്നെ പ്രഷർ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ഇവരുടെ ഇമോഷൻസ് എല്ലാം ഇവർ ഹൈഡാക്കി വയ്ക്കുന്നത്. കൂടാതെ പുറമെ ഇവർ കാണിക്കുന്നത് ഇവർക്ക് ഒരു കുഴപ്പവുമില്ല, എല്ലാം നോർമലാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും പബ്ലിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ പോകുമ്പോഴോ വീട്ടിലോ എല്ലാം നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവരുടെ ഇമോഷൻസ് എല്ലാം ഇവർ ഹൈഡാക്കി വയ്ക്കുന്നു. പക്ഷെ എപ്പോഴാണ് ഇവർ ഒറ്റയ്ക്കാകുന്നത്, അപ്പോഴാണ് ഇവരുടെ ഇമോഷൻസ് ഇവരുടെ മേൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഈ ഒരു ബന്ധത്തിൽ ജസ്റ്റിസ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന്. വിവാഹം കഴിക്കണം, ആ ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയെ എനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ള ആ ഒരു തോട്ട്സാണ് ഇവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കറിയാം നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം ഇവർ തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ലോകത്തിന് മുന്നിൽ ഇവരുടെ ട്രൂ ഫീലിങ്സ് ഇവർക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ആ ട്രൂ ഫീലിങ്സ് ഇവർക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർ എന്തെങ്കിലും രീതിയിലുള്ള ബോൾഡ് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരാൻ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. ഇവിടെ ഇവർ ശ്രമിക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഒരു ചുവര് പോലെ വാള് പോലെ നിൽക്കുന്ന സിറ്റുവേഷൻസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്, കാര്യങ്ങൾ പീസ്ഫുള്ളായിട്ട് അവസാനിക്കണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഞാൻ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് അവസാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ചില ആൾക്കാർ വന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ആരാണോ ആ സിറ്റുവേഷൻ, ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ ഇതും അവസാനിപ്പിച്ച് നിങ്ങൾ തമ്മിൽ ഒന്നാകണമെന്ന് ചില ആൾക്കാരുടെ പേഴ്സൺ വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ അത്രമാത്രം സ്നേഹമാണ് ഇവർക്ക് കൊടുക്കുന്നതും ഇവർക്ക് അതൊക്കെ അറിയാം. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ന്യായം തരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വളരെ ഇമോഷണലുമാണ് ഇവർക്ക് വേണ്ടി എന്നുള്ള കാര്യം ഇവർക്കറിയാം. ഇനി മാരേജിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങളെ മാരേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഇവർ നിങ്ങളെ മാരേജ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ സക്സസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്കറിയാം നിങ്ങൾ വളരെ ശക്തിശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഏത് മോശം സിറ്റുവേഷനെയും നേരിട്ട് സക്സസ് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇവർക്കറിയാം. ഇവിടെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവരുടേതായ രീതിയിൽ ഇവർ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ അതിൽ നിന്ന് പുറത്തു വരത്തില്ല, സഫറിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് രണ്ട് സിറ്റുവേഷനിലും ജഗ്ലിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും പെട്ടെന്നൊന്നും ഇവർ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരത്തില്ല. ഇപ്പോൾ ഇവർ വളരെയധികം ഐസൊലേറ്റഡ് ആണ്. പക്ഷേ വരാൻ പോകുന്ന സമയം സ്ട്രെങ്തോടു കൂടി പുറത്തു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന സമയം. അപ്പോൾ ഇത് ഈ ഒരു സമയത്തെ എനർജിയാണ്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് ഇതാണിപ്പോഴുള്ള. അപ്പോൾ ഇതാണ് കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 3 വരാൻ പോകുന്ന 3 ദിവസത്തിനുള്ളിൽ കുറേ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർ അവരുടെ പേഴ്സണിനോട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഫിയർലെസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. കൂടാതെ നിങ്ങളുടെ മുന്നിൽ ചില സത്യങ്ങൾ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും. ഈ ഒരു ബന്ധത്തിൽ ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നത്, എന്ത് ആക്ഷനാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ മാക്സിമം 3 ദിവസവും മിനിമം 30 അവേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇവർ സ്വയം വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 2 വഴികളാണ് ഇവരുടെ മുന്നിലുള്ളത്. ഒന്ന് നിങ്ങളുമായിട്ടുള്ളത്, ഒന്ന് തേർഡ് പാർട്ടിയുമായിട്ടുള്ളത്. ഇതിലേത് ചൂസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ കുടുംബവും ആയിരിക്കാം. രണ്ടുപേരും ഇവരുടെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ ആരെ ഇവർക്കും വിട്ടുകളയാൻ സാധിക്കത്തില്ല. നിങ്ങളെയും വേണം, ഇവരുടെ കുടുംബത്തിനെയും വേണം. അപ്പോൾ ആ അവസ്ഥയിൽ വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ആരെ ഞാൻ വിട്ടുകളയും, ആരെ കൂടെ കൂട്ടും എന്നുള്ള കാര്യം ആലോചിച്ച് വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ ഇവിടെ എന്തായാലും ഇവർ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ള കാര്യം ഇവർക്ക് വളരെ പാടുള്ള കാര്യമാണ്. കാരണം ഓപ്പോസിറ്റ് അച്ഛനും അമ്മയും നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. കാരണം ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട. ശരിയായ ഒരു സമയത്ത് ശരിയായ ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കോൺടാക്റ്റിലാണുള്ളത് എങ്കിൽ കുറച്ചൊന്ന് കാത്തിരിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ ആക്ഷനൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങളുടെ ബന്ധം നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിലും മോശമായിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യരുത്. അവർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇവർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒരിക്കലും നിങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എത്രത്തോളം തെറ്റ് അവർ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് സമാധാനിക്കുക. അതായത് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ എത്രത്തോളം എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനും അതേപോലെ അവരോടും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. നെക്സ്റ്റ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ ഹീലാക്കണമെന്നാണ്. കാരണം ഏതെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിനെ ഹീലാക്കാൻ വേണ്ടി നിങ്ങളായിട്ട് ശ്രമിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ചിലപ്പം കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമായിരിക്കും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മം ഹീലാക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പാസ്റ്റ് ലൈഫിൽ മോശകർമ്മമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മോശ അവസ്ഥയുടെ കാരണം അതായിരിക്കാം. നെക്സ്റ്റ് ഫിയറിൽ നിന്ന് പുറത്ത് വരണം. അതായത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം. അല്ലാതെ പേടിച്ച് അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ പേടിച്ച് ഒരിക്കലും ന്യായം വിട്ട് ഒരിക്കലും നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകരുത്. അതായത് പേടിച്ച് ഒരിക്കലും മിണ്ടാതിരിക്കരുത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കുക. പിന്നെ ഏഞ്ചൽസ് പറഞ്ഞ ചില ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ ദുഃഖം ഷെയർ ചെയ്യാനും എൻ്റെ സങ്കടം ഷെയർ ചെയ്യാനും എൻ്റെ വിഷമം പറയുവാനൊന്നും ആരുമില്ല എന്നാണ്. നിങ്ങൾ എലോണാണ്, ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ആരുമില്ല എന്നാണ്. പക്ഷേ ഏഞ്ചൽസ് പറഞ്ഞത് നിങ്ങൾ ആദ്യം നിങ്ങളെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ നിങ്ങൾ ആ ഒരു സോൾ ഉണ്ട് എന്ന്. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഇങ്ങനെയുള്ള തോന്നൽ വരുന്നത് അപ്പോൾ മിററിൻ്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് ഉള്ളത് എന്നുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.